ഒരിക്കൽ കൂടി ദൈവസഭ മുൻപാകെ ഈ പ്രെയർ ലൈനിൽ കൂടി കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാനും ദൈവമക്കളോടുകൂടി ആയിരിക്കുവാനും സർവശക്തനായ ദൈവം അടിയങ്ങൾക്ക് നൽകിയ മഹാസ്നേഹത്തിനും കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്ത ദൈവത്തിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം വായിച്ച് കർത്താവെ അടിയങ്ങളെ സഹായിക്കുന്ന കർത്താവെ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങൾ ഒരുമിച്ച് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്ക് ഏറ്റവും പോഷണമായി തീരണം. കർത്താവെ, ഞങ്ങൾക്കത് ആത്മീകമായി കർത്താവെ ഞങ്ങളുടെ ആത്മാവിനും ഞങ്ങളുടെ ദേഹത്തിനും കർത്താവെ അത് ഞങ്ങളെ പുഷ്ടി വരുത്തുന്നതായിരിക്കണം. കർത്താവെ, മജ്ജയും മാംസവും കൊണ്ടെന്ന പോലെ ഞങ്ങൾക്കൊരു തൃപ്തി വരുത്തുന്ന അനുഭവം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി കർത്താവെ അവിടുത്തെ നാമത്തിന് സകല സ്തോത്രവും പുകഴ്ചയും നേരുന്നു. കർത്താവെ, അടിയന്റെ നാവോട് കൂടിയിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വ അബ്ബാപിതാവെ അവിടത്തേക്ക് നേരുന്നു. സകല പുകഴ്ചയും കർത്താവെ അവിടത്തേക്ക് നേരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി ദയ തോന്നി കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ദിവസങ്ങളിൽ എഫ് ലേഖനമാണല്ലോ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി എഫ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കാം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച് നിർത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗ്ലോറിയസ് റിസറക്ഷനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്, അല്ലെ? മരണപാശങ്ങൾക്ക് അവനെ തടഞ്ഞു വെക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവായ യേശുനാഥനിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ഉയർപ്പിക്കുന്നുവെന്ന് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു മുഖപുര എന്ന വണ്ണം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു മുഖപുര എന്ന വണ്ണം ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. എഫേസ്യ ലേഖനം നമുക്കറിയാം, ലേഖനങ്ങളിലെ രാജ്ഞി എന്ന് വിളിക്കപ്പെടുന്നു. അതിലേറെ ഉപരി എല്ലാ ദൈവമക്കളും അടിസ്ഥാനമാക്കേണ്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്തെന്ന് വെച്ചാൽ ഈ എഫേസ്യ ലേഖനമാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം തരുന്നത്. എഫേസ്യ ലേഖനമാണ് അത്. പ്രത്യേകിച്ച് നമ്മൾ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന ആ സമയങ്ങളിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവജനം എഫേസ്യ ലേഖനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിലൊരു ഉറപ്പ് പ്രാപിക്കണം. ക്രിസ്തീയ ജീവിതത്തിന് ഉറപ്പും ധൈര്യവും തരുന്നതാണ് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഈ എഫേസ്യ ലേഖനം. നമുക്കറിയാമല്ലോ, പത്രോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, അല്ലെ? എങ്ങനെയുള്ള രാജകീയ പുരോഹിത വർഗമാണ്? വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, വംശമാണ്. ആമേൻ. അപ്പൊ വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിക്കണമെങ്കിൽ വിളിച്ചവന്റെ ഗുണങ്ങളെ നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിളിച്ചവന്റെ ഗുണങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ഘോഷിക്കുവാൻ, അത് നമ്മുടെ ജീവിതമായിക്കൊള്ളട്ടെ, നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതായിക്കോട്ടെ, നമ്മുടെ ആരാധന ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, വിളിച്ചവന്റെ ഗുണങ്ങളെ അറിഞ്ഞേ പറ്റൂ. നമ്മൾ പലപ്പോഴും ഒരു ദൈവകൃപയാൽ നമ്മൾ പെന്തിക്കോസ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസ ജീവിതങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, ദൈവകൃപയാൽ നമുക്ക് അല്പമായിട്ടെങ്കിലും കർത്താവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. എന്തെന്ന് വെച്ചാൽ നമ്മുടെ സഭകളിലൊക്കെ വചന ക്ലാസ്സുകളൊക്കെ വളരെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രം നിന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ആരാധിക്കുന്ന ചില അനുഭവങ്ങളാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതിലേറെ ഉപരി ക്രിസ്തുവേശുവിന്റെ ഗുണങ്ങളെ നാം നന്നായിട്ട് അറിയുന്നവരായിരിക്കണം.
അതുകൊണ്ടാണ് എഫേസ്യ ലേഖനമൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഉറപ്പിച്ചു തരുന്നത്. അതാണ് ഹല്ലേലൂയ, ക്രിസ്തുയേശു ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വചനം പഠിക്കുന്നതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. അത് അപ്പസ്തോല പ്രവൃത്തികളിൽ പൗലോസ് അപ്പസ്തോലൻ അതിൻ്റെ നമുക്കൊന്ന് വായിക്കാം. 20-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം, 20-32. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ദൈവത്തിലും അവരുടെ കൃപയുടെ വചനത്തിന്മേലും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അപ്പോൾ അപ്പസ്തോലൻ എഫേസ്യ സഭയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, ഞാൻ നിങ്ങളെ സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലും പിന്നെ ആരുടെ കരങ്ങളിലുമാണ്? തിരുവചനത്തിലും. ഹല്ലേലൂയ, തിരുവചനത്തിലും നിങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ അറിയാം, അപ്പസ്തോലന് ഉറച്ച ബോധ്യമുണ്ട്, തിരുവചനം, ഈ കൃപയുടെ വചനം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. ഈ കൃപയുടെ വചനം ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ഗുണങ്ങളെ നന്നായി മനസ്സിലാക്കി തരുവാനും ആത്മീക കൃപാവരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി തരുന്നതാണെന്ന് അപ്പസ്തോലന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കൃപയുടെ വചനത്തിന്മേൽ ഭരമേൽപ്പിച്ച് കടന്നു പോകുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് വീണ്ടും ഞാനിതൊന്നൊരു മുഖവരിയായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വീണ്ടും എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് നമുക്കറിയാം, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇനി നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 14-ഉം 17-ഉം ഒന്ന് വായിക്കാം. 15-ന്റെ 14, 17. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഇനി 17 കൂടെ. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഞാനിത് വായിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഫേസ്യ ലേഖനത്തിൽ നമ്മളോട് പറയുകയാണ്, ക്രിസ്തുവിലും വ്യാപരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ അത്യന്തം ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇത് വായിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസി അല്ലെങ്കിൽ ആദ്യമായിട്ട് വായിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം വരണം, അതുകൊണ്ടുള്ള ഗുണം എനിക്ക് എന്താണ്? അതുകൊണ്ടാണ് ഇവിടെ അപ്പസ്തോലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയാണ്, പ്രിയമുള്ളവരെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവുമാണ് ഒരു മനുഷ്യനെ വീണ്ടെടുപ്പിലേക്ക് നടത്തിയത്. ക്രിസ്തുവാണ് എനിക്കും നിങ്ങൾക്കും ഒരു മാതൃക. ക്രിസ്തുവാണ് എന്നെയും നിങ്ങളെയും മുമ്പോട്ട് നയിക്കുവാൻ, ആ ക്രിസ്തുവിൽ ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. ആമേൻ. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പാണ്, പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് തൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് പരിപൂർണമായ ഒരു സത്യമാണ്. അത് പൂർണ്ണമായ സത്യമാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ ഇവിടെ വിളിച്ചു പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾ ഒന്നാണ്. മരണ പുനരുത്ഥാനങ്ങൾ, ആ മരണത്തിലൂടെ നാം പ്രാപിച്ച, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം പ്രാപിച്ച പാപമോചനം, അവന്റെ യാഗത്തിലൂടെ നാം പ്രാപിച്ച പാപമോചനം, അവന്റെ ഉയർപ്പിലൂടെ നാം പ്രാപിച്ച ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തി,
ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് എനിക്കിന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റും, എനിക്ക് ക്രിസ്തുവിൽ ഒരു പ്രത്യാശയുണ്ട്, ക്രിസ്തുവിൽ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു ബോധ്യമുണ്ട്. എന്താണ്? ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമെന്ന് അരുളി ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവനാണ് ക്രിസ്തു. അവന്റെ ജീവിതം തന്നെ എന്നോട് വിളിച്ചു പറയുകയാണ്, ഞാൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നത്, ഞാൻ മരണത്തിന്റെയും ഹല്ലേലൂയ ജീവന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നാൽ ഇന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഞാനും നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, എന്നേക്കും ജീവിക്കുവാനായിട്ടാണ് ക്രിസ്തുവിൽ ആശ്രയിച്ചിരിക്കുന്നത്. എന്നേക്കും ജീവിക്കാൻ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു വചനമെന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുവാനാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് പോലെ ഞാനും ഒരിക്കൽ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ദൈവസന്നിധിയിൽ ഞാനും ഇരിക്കും. അതാണ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ തൊട്ട് താഴെയുള്ള വചനം കൂടെ വായിക്കാവോ? 1 കൊരിന്ത്യർ ലേഖനം തന്നെ അതിന്റെ 19 കൂടെ ഒന്ന് വായിക്കാവോ? 15:19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അപ്പോസ്തലൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പറയുകയാണ്, പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രം അവസാനിച്ചു പോകത്തില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നേടി ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആരംഭിച്ച് വരുവാനുള്ള ലോകത്തിൽ തുടരുന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുയേശു പിന്നെയും നമ്മളോട് പറയുന്നത്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. എന്നിൽ ആരംഭിച്ച് എന്നിൽ അവസാനവും. എന്നിൽ അവസാനം എന്ന് വെച്ചാൽ അവസാനമില്ല, അവൻ നിത്യനാണ്. എന്നിൽ ആരംഭിച്ച് എന്നിൽ തന്നെ തുടരും, നിത്യമായി തുടരും. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമ്മൾ ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിനെ ആശ്രയിച്ച് പ്രത്യാശ വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ തന്നെ തീർന്നു പോകും. മറിച്ച് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലെ, റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ പാപമോചനം പ്രാപിച്ച് എന്നേക്കുമായിട്ടുള്ള മരണത്തിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം, അതുകൊണ്ടല്ലേ ഭക്തന്മാർ പറയുന്നത്, ഹല്ലേലൂയ, മരണം അവസാനമല്ല ആരംഭമാണെന്ന് പറയുന്നത്. D.L. മൂഡി എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ, നമുക്കറിയാലോ, ഒരു പാസ്റ്റർ, ഒരു ദൈവത്തിന്റെ ദാസൻ, നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ D.L. മൂഡിയെ കുറിച്ച്. D.L. മൂഡി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞാൻ മരിക്കുന്ന ദിവസം നിങ്ങൾ അന്നത്തെ ദിവസം എൻ്റെ പത്രം നോക്കരുതോ. അതായത് അതിനകത്ത് എഴുതും D.L. മൂഡി അന്തരിച്ചു അല്ലെങ്കിൽ മരിച്ചു. അപ്പം എന്നിട്ട് D.L. മൂഡി പറയുകയാണ്, അത് കള്ളം പറയുകയാണ്. പത്രം ശരിക്കും പറഞ്ഞാൽ അത് കള്ളമാണ് പറയുന്നത്. ബിക്കോസ് അത് ഒരുവൻ ക്രിസ്തുവിലായ പിന്നെ അവന് മരണമില്ല, അവൻ മരണമില്ലാത്ത ജീവനിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് വിശ്വസിക്കരുത് എന്ന് ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തൻ്റെ സഭയിലെ ജനങ്ങളെ ഒരു പ്രസംഗത്തിനിടയിൽ D.L. മൂഡി ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത് വരുവാനുള്ള ലോകത്തിൽ നിത്യമായും ക്രിസ്തുവിനോടുകൂടെ വാഴുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ
നമ്മൾ ഈ ഒരു ഭാഗം അവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് 21-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും വിളിക്കുന്നു. സകല നാമത്തിനും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും മതി. ഹല്ലേലൂയ. അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ ദ്രോവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ വീണ്ടും പറയാണ്, സ്വർഗത്തില് സകല വാഴ്ചയ്ക്കും സകല അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വം. അതെ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാലോ, കൊളോസ്യ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ പറ്റാത്ത എന്താണ് ഒരു ലോകത്തിലായിരുന്നു നമ്മൾ. നമ്മുടെ പ്രവർത്തികളാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ പാപികളായിരുന്നു, നമ്മൾ മരിച്ചവരായിരുന്നു, നമ്മൾ അന്ധകാരത്തിന് അടിമകളായിരുന്നു. ഞങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും അന്ധകാരത്തിന്റെ ആത്മാവിനെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും നാം അനുസരിച്ച് നടന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്ന് ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെ, ധൂർത്തപുത്രൻ തന്റെ ജീവിതത്തെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ധൂർത്തപുത്രൻ അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമോ ബോധമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവേശുവിലേക്ക് കടന്നു വന്നപ്പോഴാണ്, പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോഴായിരിക്കണം, ദൈവമേ ഞാൻ ഇത്ര നാളും ഇത്ര അധമനായിരുന്നുവല്ലോ, ഞാൻ ഇത്ര നാളും പാപത്തിന് അടിമയായിരുന്നല്ലോ, എന്നിൽ വ്യാപരിച്ചിരുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ടായിരുന്നുവല്ലോ, എന്നിൽ വ്യാപരിച്ചിരുന്ന ഞാൻ പോലും അറിയാതിരുന്ന ചില ശക്തികൾ എന്നിൽ ഉണ്ടായിരുന്നുവല്ലോ എന്ന് പലപ്പോഴും നാം തിരിച്ചറിയുന്നത് ക്രിസ്തുവേശുവിലേക്ക് കടന്നു വരുമ്പോഴാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ നമ്മളെ അപ്പോസ്തലന്മാർക്ക് ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന മർമ്മങ്ങളാണ് നമ്മളോട് അവർ പങ്കുവെക്കുന്നത്. നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ജാഗരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവർക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകൾ നമ്മൾക്കും ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെയും സംസാരിക്കും, സംശയമില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നില്ലേ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്തെന്ന് വെച്ചാല് ഒരിക്കൽ നമ്മള് ഈ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നമ്മൾ വിട്ടിട്ടു പോന്നവരാ. ക്രിസ്തുവേശുവിന്റെ സ്നേഹത്താൽ, അവന്റെ അധികാരത്താൽ, അവന്റെ ജയത്താൽ നമ്മള് അന്ധകാരത്തിന്റെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാണ്. ഈ ഇരുളിന് എന്തുവാണെന്നറിയാവോ? പിന്നെയും നമ്മളെ പിടിച്ചടക്കുവാനുള്ള ആഗ്രഹമുണ്ട്. അത് നമ്മൾ മറന്നുപോലെ. സിമ്പിളായിട്ട് ചിന്തിച്ചേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാ. ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നു പാകിസ്ഥാന്റേതാണ്. നമ്മൾ അത് വീണ്ടും കൈയടക്കുന്നു. പാകിസ്ഥാൻ അവർ വെറുതെ ഇരിക്കുമോ? അവരൊരു തക്കം പാർത്തിരിക്കും. നമ്മൾ എപ്പോഴാണ് നമ്മുടെ വീക്ക് പോയിന്റ്, നമ്മൾ എപ്പോഴാണ് അലസന്മാരായിരിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ആ ബോർഡർ പ്രൊട്ടക്ഷനിൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്തതെന്നുള്ള ഒരു സമയവും സാഹചര്യവും അവർ നോക്കിയിരിക്കും. എന്തിനു വേണ്ടിയാ? അവർ വീണ്ടും പിടിച്ചെടുക്കുവാൻ. ഇതുകൊണ്ടാണ് പലപ്പോഴും ഒരു യുദ്ധം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. പക്ഷെ പലപ്പോഴും ഒരു യുദ്ധമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, അല്ലെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിത്തിരിയുകയാണവൻ. അവന്റെ അധികാരത്തിൽ നിന്ന് വിട്ടുപോയവരെ എങ്ങനെയും തിരികെ കൊണ്ടുവരണമെന്ന അവന്റെ ഒരു അജണ്ടയാ. അതിനാണ് അവൻ ദുരുപദേശങ്ങൾ ആയിട്ട് ആൾക്കാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കും. ചിലപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും നമ്മൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ
യഹോവ സാക്ഷികൾ വരുന്നു, അവർ നന്നായിട്ട് മധുരമായിട്ട് സംസാരിക്കുന്നു, അവർ ഭയങ്കര കാര്യങ്ങൾ പറയുന്നു, പലരും അതിൽ വീണു പോകുന്നു. കണ്ടോ വഞ്ചന? കണ്ടോ? ഇവനിങ്ങനെ റോന്തു ചുറ്റുകയാണ് എങ്ങനെയും വ്രതന്മാരെ വീഴ്ത്തിക്കണമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും തന്ത്രങ്ങളായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയായാലും ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ഹല്ലേലൂയ ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മേലായ നാമമായിട്ട്. അതെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും പ്രിയമുള്ളവരെ, ക്രിസ്തുവേശു വെറുതെ അങ്ങ് ക്രൂശിലേക്ക് നടന്നു പോയതല്ല. ഞാൻ മനസ്സിലാക്കുന്നു കർത്താവിന്റെ ജീവിതം പരസ്യ ജീവിതമായിക്കോട്ടെ, അതിനു മുമ്പുണ്ടായിരുന്ന ജീവിതമായിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കുന്നു ഹല്ലേലൂയ ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ സകല അന്ധകാര ശക്തികളോടും അവൻ തുടർച്ചയായി പോരാടിക്കൊണ്ടിരുന്നു. നമുക്കത് അനേക ഇടങ്ങളിൽ കാണുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തില് ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ നദിയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ അവനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. അവനെ ആരാധനയുടെ വിഷയത്തിൽ ശോധന ചെയ്യുവാൻ, അല്ലെ വചനത്തിന്റെ വിഷയത്തിൽ, യഹോവയായ ദൈവത്തിന്റെ കരുതലിന്റെ വിഷയത്തിൽ ശോധന ചെയ്യുവാൻ, ഈ ലോകത്തിന്റെ വിഷയത്തിൽ ശോധന ചെയ്യുവാൻ, പാപത്തിന്റെ വിഷയത്തിൽ ശോധന ചെയ്യുവാൻ. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഈ വാഴ്ചയ്ക്കും അധികാരത്തിനും ആയുധവർഗം വെപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ കർത്താവായ യേശുനാഥൻ ഓരോ ദിവസവും ശത്രുവിനോട് ജയിച്ചുകൊണ്ടാണ് കർത്താവ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു നമുക്ക് കാണുവാൻ സാധിക്കാലോ, അധികാലത്ത് നിർജ്ജന പ്രദേശത്ത് കടന്നുപോയി പ്രാർത്ഥിച്ചു. അനേക ഇടങ്ങളിൽ ദൈവസന്നിധിയില് പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കും നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. തന്റെ ദൂതന്മാരെ അയച്ച് കർത്താവിനെ സേവിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഗത്സമേൻ തോട്ടത്തില് താൻ പ്രാർത്ഥനയില് പ്രാണവേദനയിലായി രക്തം ഇറ്റിറ്റു വീഴുന്ന ഒരു സാഹചര്യത്തിലുണ്ടായി. ദൈവദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു, കർത്താവിനെ ശക്തിപ്പെടുത്തി. അപ്പോൾ ദൈവദൂതന്മാരെന്തെയും ശക്തിപ്പെടുത്തുന്ന ശക്തിയാണ്, അവനെ ശുശ്രൂഷിക്കുന്ന ശക്തി. പിശാച് പരീക്ഷ പൂർത്തിയാക്കി മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ പിറകിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത സ്വർലോകത്തിലെ നല്ല യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയായ നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ സൈന്യവുമുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ദുഷ്ടാത്മസേനയുമുണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് അനേക ഇടങ്ങളിൽ കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തില്, അല്ലെ 10-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. ദാനിയേൽ 21 ദിവസം പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി. അത് എടുത്തെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. 10-ാം അധ്യായം. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. ആ 3 ആഴ്ചവട്ടം മുഴുവനും കഴിയോളം ഞാൻ സാധുഭോജനം ഭക്ഷിക്കോ മാംസവും വീഞ്ഞും ആസ്വദിക്കോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. അതിന്റെ 12 വായിച്ചാൽ മതി. 12. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരി ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ആമേൻ. കണ്ടോ? മതി, ഇത്രയും മതി. ഞാൻ ഇതൊന്ന് മനസ്സിലാക്കി തരുവാനാണ്. ദാനിയേല് ദൈവസന്നിധിയില് പ്രാർത്ഥനയ്ക്കും അഭയാചനകൾക്കുമായി മുട്ടുമടക്കിയപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മറുപടി പുറപ്പെട്ടു.
എന്ത് സംഭവിച്ചു? പാഴ്സി രാജ്യത്തിന്റെ പ്രഭു ഈ മറുപടി ദാനിയേലിന് ലഭിക്കാതിരിക്കുവാൻ തക്കവിധം അവനോട് എതിർത്തു നിന്നു. എന്തെന്ന് വെച്ചാല് ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള അരുളപ്പാടുകളാ. എങ്ങനെയാണ് കർത്താവിന്റെ രാജ്യം സ്ഥാപിതമാകുന്നതെന്നും കർത്താവ് എങ്ങനെ ശത്രുവായ പിശാചിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുമെന്നൊക്കെയുള്ള ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കർത്താവിന്റെ രാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ദാനിയേലിനെ അറിയിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി പുറപ്പെട്ടു. ആ മറുപടി പുറപ്പെട്ടപ്പോൾ തന്നെ പാഴ്സി രാജ്യത്തിന്റെ പ്രഭു അത് അറിഞ്ഞു. ശത്രുഹാളിലെ അന്ധകാരത്തിന്റെ പ്രഭു അവനത് അറിഞ്ഞു. അവൻ കർത്താവിനോട്, അല്ലെങ്കിൽ ഹാളിൽ ദൈവത്തിന്റെ ദൂതനോട് അവൻ എതിർത്തു നിന്നു. ദാനിയേലിന് ഈ ഉത്തരം ലഭിക്കരുതെന്ന് ഉള്ള തീരുമാനത്തിൽ. അപ്പൊ നമുക്ക് പറയാം, മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ പ്രാർത്ഥനയെ തടുത്തു നിൽക്കുന്ന ശക്തികളുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് ഏവർക്കും പരിചിതമാണല്ലോ ലാസറിന്റെ. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. അടുത്ത കൂടെ വായിക്കണം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഈ മരണം എന്തിനു വേണ്ടിയാണ്? ഈ ദീനം മരണത്തിന് വേണ്ടിയുള്ളതല്ല. ഈ ദീനം എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? ലാസർ, എല്ലാ ദീനങ്ങളും ദൈവത്താൽ കടന്നു വരുന്നതോ ദൈവം അനുവദിക്കുന്നതോ അനുവദിക്കുന്നതോ അല്ല. പല ദീനങ്ങളും, അല്ലെ, 18 വർഷക്കാലം കൂനിയായിരുന്ന സ്ത്രീയെ കുറിച്ച് കർത്താവായ യേശുനാഥൻ സൗഖ്യമാക്കുമ്പോൾ എന്തോ അവിടെ പറയുന്നത്? പിശാച് ബാധിക്കപ്പെട്ടിരിക്കുന്ന എന്നാ പറയുന്നത്. ആ സ്ത്രീയെ സൗഖ്യമാക്കും. ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായി. ഇവിടെ കണ്ടോ, രോഗത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് അഫ്ലിക്ഷൻ. അവിടെ ദൈവത്തിന്റെ നാമമാണ് അവിടെ മഹത്വപ്പെടുന്നത്. അവിടെ ഇതുമായിരുന്നു ഈ ശുശ്രൂഷയായിരുന്ന കർത്താവിന്റെ യുദ്ധത്തിന്റെ ഒരു സ്ട്രാറ്റജി. കർത്താവ് യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു സാധാരണ ഒരു കാര്യമായിട്ട് കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. പക്ഷെ അതിൻ്റെ മേൽ ഞാൻ മനസ്സിലാക്കുന്നു, രോഗാത്മാവിന്റെ മേൽ ശാസിക്കണമെങ്കിൽ ആ രോഗാത്മാവിനെ, ആ സ്ത്രീയെ കൈയടക്കി വെച്ചിരുന്ന രോഗത്തിന്റെ ആത്മാവിനെ പുറത്താക്കണമെങ്കിൽ അതൊരു യുദ്ധത്തിന്റെ ഫോം തന്നെയാണ്. കർത്താവായ യേശുനാഥൻ അതിനെ പുറത്താക്കി കളയുക. പ്രൈസ് ദി ലോർഡ്. ആ രോഗാത്മാവിന്റെ മേൽ കർത്താവായ യേശുനാഥൻ ജയമെടുക്കുകയാണ്. 60-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ ഞങ്ങൾക്കൊരു കൊടി, നിന്റെ ഭക്തന്മാർക്കൊരു കൊടി നൽകിയിരിക്കുന്നു. ആ സത്യത്തിന്റെ സ്ഥാനത്ത് ക്രിസ്തു എന്നിട്ട് വായിച്ചേ, ക്രിസ്തു നിമിത്തം ഉയർത്തേണ്ടതിന് നിന്റെ ഭക്തന്മാർക്കൊരു നീ ഒരു ജയത്തിന്റെ കൊടി നൽകിയിരിക്കുന്നു, ദൈവനാമത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. അപ്പം ഈ ലാസറിന്റെ കിടക്കയിൽ, ലാസറിന്റെ രോഗക്കിടക്കയും, അല്ലെങ്കിൽ ആ കല്ലറ തുറന്ന് ലാസർ പുറത്തു വരുമ്പോഴും കർത്താവ് സ്പഷ്ടമായിട്ട് പറയുകയാണ്, എന്തുവാണ്? ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവായിരുന്ന പിശാച്, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവന്റെ ലാസറിനൊരു ജയക്കൊടി സത്യനിമിത്തം, ക്രിസ്തു നിമിത്തം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് ലാസറിന്റെ ജീവിതത്തില് ആ ദേശക്കാര് മുഴുവൻ കാണുവാൻ തക്കവിധം, ആ യഹൂദജനം ലോകം മുഴുവൻ കാണുവാൻ തക്കവിധം ക്രിസ്തുവാണ് മിശിഹ എന്ന് തെളിയിക്കേണ്ടതിന്, ക്രിസ്തുവാണ് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട അഭിഷിക്തനെന്ന് ഉറപ്പുവരുത്തേണ്ടതിന് ലാസറെ പുറത്തു വരിക എന്ന് കർത്താവായ യേശുനാഥൻ വിളിച്ചു പറഞ്ഞു.
അവിടെ ഞാൻ മനസ്സിലാക്കുന്നു, ഹല്ലേലൂയ, അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ അടക്കി ഭരിച്ചിരുന്ന ശത്രുവിന്റെ നാമത്തിനെ കീഴടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും അറിയാമല്ലോ, ഗദര ദേശത്തെ ഭൂതഗ്രസ്തൻ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് മത്തായി സുവിശേഷത്തിൽ അവൻ ചോദിക്കുന്നുണ്ട്, നീ സമയത്തിനു മുൻപേ ഞങ്ങളെ എന്തിനു ദണ്ഡിപ്പിക്കുവാൻ വന്നു? ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതങ്ങൾക്ക് തന്റെ അടുക്കലേക്ക് വരുന്നവൻ ആരാണെന്ന ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടപ്പോഴേ നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചത്. അതുകൊണ്ടാ ഭൂതഗ്രസ്തനല്ല നമസ്കരിക്കുന്നത്, മറിച്ച് ഭൂതഗ്രസ്തനിൽ വ്യാപരിച്ച ദുരാത്മാക്കളാണ്. അത് അശുദ്ധാത്മാവ് ഒരാളായിരുന്നില്ല, ഒരു കൂട്ടമായിരുന്നു, ഒരു റെജിമെന്റ് ആയിരുന്നു, ഒരു ബറ്റാലിയൻ ആയിരുന്നു. ലഗിയോൺ എന്ന് വെച്ചാൽ ഒരു കൂട്ടം, ഒരു പട്ടാളത്തിന്റെ ഒരു വിഭാഗം തന്നെയായിരുന്നു. അവരുടെ ഹല്ലേലൂയ അന്ധകാര ശക്തികളുടെ ഒരു റെജിമെന്റ് തന്നെയായിരുന്നു അവനില് കൂടിവച്ചിരുന്നത്, അല്ലെ? അതുകൊണ്ടാണ് അവനെ വിവരിക്കുമല്ലോ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അറിയാനാ, നമുക്കൊരു യുദ്ധമുണ്ട്. കർത്താവായ യേശുനാഥൻ ഹല്ലേലൂയ അങ്ങ് ക്രൂശിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ പിന്നിൽ നടന്ന അനേക കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണം അപ്പസ്തോലൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഹല്ലേലൂയ, വാഴ്ചകൾക്കും അധികാരത്തിനും അവൻ ആയുധവർഗം വെപ്പിച്ചു. കൊളോസി ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ക്രൂശിന്മേൽ അവൻ ജയോത്സവം കൊണ്ടാടി സകല അന്ധകാര ശക്തികളുടെ മേലും. ഹല്ലേലൂയ, അല്ലെ? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ച 5 വായിച്ച 4-5. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്ക നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്റെ ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. ഇവൻ തിരിച്ചറിഞ്ഞു. യഹൂദന്മാർക്ക് കർത്താവിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. പക്ഷെ ഭൂതഗ്രസ്തനായിരുന്ന ഈ ഗദരദേശത്തെ ഹല്ലേലൂയ മനുഷ്യന്, അല്ലെങ്കിൽ മനുഷ്യനല്ല അവനെ തിരിച്ചറിയുന്നത്, അവനിൽ വസിച്ചിരുന്ന ദുരാത്മാക്കളാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സമയത്തിന് മുന്നമേ നീ എന്തിന് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നു? അപ്പോൾ അവരവിടെ ആത്മാക്കൾ തിരിച്ചറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കൾ തമ്മിൽ തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ദുരാത്മാവിനും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ സഭയ്ക്ക് ഡിസൈൻമെന്റ് എന്ന് പറഞ്ഞ വരം നൽകിയിരിക്കുന്നത്? എന്തുകൊണ്ടാ? ആത്മാക്കളെ കുറിച്ചുള്ള വിവേചനം എന്നുള്ള വരം നൽകിയിരിക്കുന്നത് എന്തിനാ? ആത്മാക്കളെ വിവേചിക്കാനാ. ഏതാത്മാവിൽ വരുന്നോ, ഏതാത്മാവിൽ ആയിരിക്കുന്നു, ഏതാത്മാവിൽ കാര്യങ്ങളെ ചെയ്യുന്നു, അത് വിവേചിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആത്മവരങ്ങൾ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാലോ, ഹല്ലേലൂയ, സഭകളിൽ കടന്നു വരുമ്പോൾ ഇതുപോലെ ബാധകളൊക്കെ പിടിച്ച് ആൾക്കാർ കടന്നു വരുമ്പോൾ ഇളകുന്നതും, അല്ലെ, ആരാധനയുടെ മധ്യേ അല്ലെങ്കിൽ സുവിശേഷ വചന ശുശ്രൂഷയുടെ മധ്യേ, ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്നതിന്റെ ഒക്കെ മധ്യേ എന്തുവാണ്? ഹല്ലേലൂയ, ആത്മാക്കൾ ഇളകുന്നതും ഓടുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ, കണ്ടോ? ആമേ. ഇതെല്ലാം എന്തുവാണ്? ക്രിസ്തുവേശു പ്രാപിച്ച ആ ഔന്നത്യത്തെയാണ് കാണിക്കുന്നത്. ആ ക്രൂശിൽ, ഞാനിത് പറയാനുള്ള കാരണം, ക്രൂശിലെ മരണം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തുവേശുവിന്റെ ലെഗസി അല്ലെങ്കിൽ ക്രിസ്തുവേശുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് ഓരോ ദിവസവും കോൺസ്റ്റന്റ് ആയിട്ട് ശത്രുവിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും. അതുതന്നെയാണ് നമുക്കും ക്രിസ്തീയ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. അത് പത്രോസ് അപ്പോസ്തലൻ അനേക ഇടങ്ങളിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളോട് ഉപദേശിച്ചിട്ട് ഞങ്ങൾ മോശക്കാരാണെന്ന് വരാതിരിക്കാൻ ഞങ്ങളെ തന്നെ ദണ്ഡിപ്പിക്കുന്നു.
ആമേൻ. അതുപോലെ തന്നെ അതുകൊണ്ട് അപ്പോ നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നല്ലോ, നിങ്ങൾ പ്രാണത്യാഗത്തോളം പാപത്തിന് വേണ്ടി, അല്ലെ, പാപത്തെ ജയിക്കുവാൻ പാപത്തോട് പോരാടുന്നതിൽ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ. അപ്പൊ പ്രാണത്യാഗത്തോളം ഒരു എതിർത്ത് നിൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയല്ലേ അത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എതിർപ്പ് പാപത്തോടും ലോകത്തോടും ജഡത്തിനോടും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എതിർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഈ ഗദരദേശത്തെ മനുഷ്യൻ ഭൂതബാധിതനായപ്പോൾ അവന്റെ സ്വഭാവം തന്നെ മാറി. അവന്റെ താമസം കല്ലറകളിലായി. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടും അതിന് ചങ്ങലകൾ വരെ തകർത്ത് കളയുവാൻ അവന് ബലമുണ്ടായി. ആ പരിസരത്ത് പോലും ആരും കടന്നു വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അത്രമാത്രം അവൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. അവിടെയാണ് കർത്താവായ യേശുനാഥൻ കടന്നു വന്ന് ആ മനുഷ്യന് ദുരാത്മാവിൽ നിന്ന്, അശുദ്ധാത്മാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അവനെ വിടുവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മളിത് അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുനാഥൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അധികാരം കൊടുത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളുടെ മേലും അശുദ്ധാത്മാക്കളുടെ മേലും അവരെ പുറത്താക്കുവാനുള്ള അധികാരം നൽകിയാണ് ശിഷ്യന്മാരെ. അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാൻ കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു. അവരൊരു പോരാളികളെ പോലെ അവർ പോണത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് പറയുന്നതും അതുകൊണ്ടാ. ഒരു യുദ്ധക്കളത്തിലാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്നത്. ഒരു യുദ്ധം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അല്ലെ, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ കാരണഭൂതനുമായി അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തം ആയിരുന്നു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോ 10. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഞാൻ പാസ്റ്റർ പറയുമ്പോ ആ ഭാഗം എടുക്കുന്നുണ്ട്, അതിനോട് അത് റെഫറൻസ് പറഞ്ഞിട്ടേലും വായിക്കുന്നോണ്ട് ചിലർക്ക് റെഫറൻസ് കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ. ഓക്കെ, അത് കുഴപ്പമില്ല ആന്റി, കുഴപ്പമില്ല, സ്തോത്രം. അപ്പം നമുക്കൊരു നമ്മുടെ പിതാവായ ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവ എന്നാണ് വിളിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവാണ് നമ്മുടെ സർവശക്തനായ ദൈവം. അപ്പൊ കർത്താവായ യേശുനാഥൻ നമുക്ക് മുന്നമേ കടന്നുപോയി. നമ്മുടെ രക്ഷാനായകനാ. നമ്മെ പൂർണ്ണമായി വിടുവിക്കുവാൻ അവൻ പ്രാപ്തനാ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം ഇനി 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, അല്ല 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 10:12. യേശുവ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആവോളം കാത്തിരിക്കുന്നു. ആമേൻ. കണ്ടോ, തന്റെ ശത്രുക്കൾ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. അതായത് കർത്താവ് ഇവിടെ പറയുന്നു, പാപത്തിന് ഏകയാഗം കഴിച്ചിട്ട് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇവിടെ പറയുന്നു, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ ഇരുത്തുകയും ചെയ്തു. മീതെ അവിടെ യാഗങ്ങൾക്ക് പാപത്തിന് യാഗം കഴിച്ച് വലത്തുഭാഗത്ത് ഇരുത്തി എന്ന് പറയുമ്പോൾ
ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് കർത്താവായ യേശുനാഥൻ സകല നാമത്തിനും മേലായ നാമമായി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. ഇനി എന്നിട്ട് പറയുകയാണ്, അവൻ തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം അവൻ കാത്തിരിക്കുന്നു. അത് ആരിലൂടെയാണ് ഇനി ശത്രുക്കൾ പാദപീഠമാകുന്നത്? സഭയിലൂടെയാണ്. സഭയ്ക്കാണ് ഈ അധികാരം നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. മനസ്സിലായോ? അപ്പൊ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും, സഭയാകുന്ന നാം ഓരോരുത്തരും ശത്രുവിനെ ജയിക്കുവാൻ തക്കതായ കൃപ തരുവാൻ വേണ്ടി കർത്താവായ യേശുനാഥൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും അതിനുവേണ്ടി നമുക്ക് നൽകിയിരിക്കുകയാ. എന്തിനു വേണ്ടി? ഈ ശത്രുവിനെ എന്നേക്കുമായിട്ട് ജയിക്കുവാൻ. ഇനി നമ്മളും ജയിച്ച് നിൽക്കുമ്പോഴാണ് സഭ ജയാളിയായി മാറുന്നത്. നമ്മൾ ഓരോരുത്തരും ആത്മാവിന്റെ ശക്തിയാലും ദൈവവചനത്താലും പാപത്തെയും ലോകത്തെയും ശത്രുവിനെയും ജയിക്കുമ്പോഴാണ് സഭ ഒരുക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുനാഥൻ നമുക്കായി ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ നാം ഓരോരുത്തരും എന്തുവാണ് ഈ ഒരു ബോധ്യം ക്രിസ്തു, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവേശുവിന്റെ ജീവിതം അനുകരിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുവിനെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, അല്ലെ? ഇനി റോമാലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒരു വാക്യം അവസാന അധ്യായത്തിൽ, റോമാലേഖനം അവസാന അധ്യായത്തില് 16:20 അത് തന്നെ 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ. കണ്ടോ? സമാധാനത്തിന്റെ ദൈവം ശത്രുവിനെ നിങ്ങളുടെ കീഴിൽ അല്ലേ എന്താ പറയണ, കാൽക്കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. അത് തന്നെയാണല്ലേ മർക്കോസിന്റെ സുവിശേഷം അവസാന വാക്യത്തിൽ എന്തുവാ പറയുന്നത്? ശിഷ്യന്മാരെ അയക്കുമ്പോൾ, ഞാൻ ഒത്തിരി വചനങ്ങൾ വായിക്കുന്നുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലെ? വിശ്വസിക്കുക സ്നാനം ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അധികാരം, നമ്മളെ അധികാരത്തോടു കൂടിയാണ് ദൈവം അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഉറപ്പിന്മേലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സമാധാനത്തിന്റെ ദൈവം നിശ്ചയമായിട്ടും സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും. കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, ദൈവകൃപ നിങ്ങളോടുകൂടെ വ്യാപരിക്കട്ടെ. ആ കണക്ഷൻ നഷ്ടപ്പെടുത്തി കളയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അവിടെയാണ് നമുക്ക് ജയം പ്രാപിക്കുന്നത്. ഇനി കൊരിന്ത്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, 1 കൊരിന്ത്യർ 15:57 കൂടി ഒന്ന് വായിച്ചാട്ടെ. 15:57. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇപ്പൊ നമുക്കായിട്ട് ജയമെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് പോയി ശത്രുവിനെതിരെ പോയി യുദ്ധം പ്രഖ്യാപിക്കുവാനോ പോയി യുദ്ധം ചെയ്യുവാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. യഹോശാഫത്തിനോട് പറയുന്നത് പോലെ പൊസിഷൻ റെഡിയാക്കുക. യഹോവ ഇന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ആക്കിയിരുന്നോണം. ശത്രുവിന് ഒരു അപവാദം പറയുവാനോ ശത്രു നമ്മളെ വഞ്ചിക്കുവാനോ ഇടയാകുന്ന യാതൊരു കാര്യങ്ങളിലും നാം പോയി ഇടപെടരുത്. ശത്രു നമ്മളെ ക്ഷീണിപ്പിക്കാൻ നോക്കും. ശത്രുവിന്റെ ആത്മാവ് ചിലപ്പോൾ വ്യാപരിക്കുന്ന വ്യക്തികൾ വഴിയായിരിക്കാം. നമ്മളെ ക്ഷീണിപ്പിക്കുവാനോ നമ്മളെ തകർത്ത് കളയുവാനോ നമ്മളെ ഉന്തിയിടുവാനോ ഒക്കെ ശ്രമിക്കും. പക്ഷെ ഇറ്റ് ഈസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പൊസിഷൻ ചെയ്യുക എന്നുള്ളത്. യുദ്ധം കർത്താവിനുള്ളതാ. വിശുദ്ധ വസ്ത്രാലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ട് യഹോശാഫത്ത് ഒരു ആരാധനയ്ക്കായിട്ട്
ആലോചിച്ചിട്ട് ആ ശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ആ പാട്ടും പാടി ജയിച്ച തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സീർ പർവ്വതക്കാരുടെയും നേരെ പള്ളിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. എന്നവർ തോറ്റുപോയി. അപ്പൊ വിശുദ്ധ വസ്ത്രാലങ്കാരങ്ങൾ, ക്രിസ്തുവേശുവിൽ നാം പ്രാപിച്ചിരിക്കുന്ന നീതിയുടെ വസ്ത്രാലങ്കാരങ്ങൾ ധരിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ശത്രുവിനെതിരെ ഒരൊറ്റ ഒരു ആയുധമേ ഉള്ളൂ, അത് വിശുദ്ധിയാ. അല്ലാതെ വേറെ ഒരു ആയുധവും ഇല്ല. ശത്രുവിനെതിരെ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന ആയുധം വിശുദ്ധിയും വേർപാടുമാ. അല്ലാതെ വേറൊരു ആയുധമില്ല, വേറൊരു വെപ്പൺ ഇല്ല. അതാണ് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറയുന്നത്. അതാ നമ്മളത് തുടർന്ന് ധ്യാനിക്കും. അതല്ലാതെ മറ്റൊരു ആയുധമില്ല. വിശുദ്ധി വേർപാട്, അതാണ് ശത്രുവിനെതിരെയുള്ള നമ്മുടെ ആയുധം. അങ്ങനെ മാത്രമേ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. യഹോശാഫത്തും അത് തന്നെയാണ് അവിടെ ചെയ്തത്. ദൈവജനത്തെ ഒരുക്കി, നമ്മളെ മലയാളത്തിൽ പറയുന്ന പാട്ടും പാടി ജയിച്ചു എന്ന് പറയുന്നത് പോലെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ പോലും സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് വാഴ്ത്തി സ്തുതിച്ച് കർത്താവിനുള്ള വിശ്വാസത്തിൽ അവര് രാജാവിന്റെ മുമ്പിൽ അണിനിരന്നു. ഹല്ലേലൂയ. മോശയുടെ കീഴിൽ ഇസ്രായേൽ മക്കൾ അണിനിരുന്നത് പോലെ ഇന്ന് യഹോവ വരുത്തുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് യഹോവ വരുത്തുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇതൊരൊറ്റ സ്ട്രാറ്റജിയെ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ വിളിച്ചു പറയുന്നത്, യഹോവയെ നിന്റെ ആലയത്തിന് വിശുദ്ധി എന്നേക്കും ഉചിതം തന്നെ. അപ്പൊ ക്രിസ്തുവേശുവിൽ, അപ്പം ഞാനിത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മളത് അറിഞ്ഞിരിക്കണം. ഞാൻ അറിയാം, ഞാൻ ഇച്ചിരി കുറെ അങ്ങ് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്റർ ഇന്ന് അവസാനിപ്പിക്കണമെന്ന് ഓർത്താണ് ഞാൻ ഇരുന്നത്. പ്രൈസ് ലോർഡ്, സ്തോത്രം. എങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവേശുവിലെ ക്രൂശിലെ യാഗമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അതിനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതിനൊരു രീതി, ഒരു സെറ്റ് ഓഫ് രീതി ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം? എങ്ങനെയാണ് ക്രിസ്തു ലോകത്തെ ജയിച്ചത്? അല്ലെങ്കിൽ ലിസൺ ടു മീ, അല്ലെ, നമ്മളത് ഞാനത് പിന്നീട് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. ജോഷുവ, നമ്മൾ ഹെബ്രാലേഖനം വായിക്കുമ്പം പറയുന്നുണ്ടല്ലോ, ജോഷുവ ഒന്നാന്തരം പോരാളിയായിരുന്നു, യുദ്ധതന്ത്രജ്ഞനായിരുന്നു, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയവനാണ്. ഇപ്പൊ ജോഷുവയ്ക്ക് വാഗ്ദത്ത ദേശത്ത് നടക്കുവാനോ അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചിരുന്ന സമാധാനത്തെ റെസ്റ്റ് കൊടുക്കുവാൻ ജോഷുവയ്ക്ക് സാധിച്ചില്ല. നമ്മളത് ഹെബ്രാലേഖനം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് 4. ക്രിസ്തുവേശുവിലൂടെയാണ് നാം യഥാർത്ഥമായ ശബത്ത് അനുഭവത്തിലേക്ക്, യഥാർത്ഥമായ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കുന്നത് ക്രിസ്തുവേശുവിലൂടെയാണ്. ആ ക്രിസ്തുവേശുവിന്റെ സ്ട്രാറ്റജിയാണ് ഇത്. ജോഷുവ ദേശങ്ങളെ പിടിച്ചടക്കിയപ്പോൾ കർത്താവായ യേശുനാഥൻ ദേശങ്ങളെ അല്ല പിടിച്ചടക്കിയത്. ദേശങ്ങളെ പിടിച്ചടക്കി എങ്ങനെ? ആത്മാക്കളിലൂടെ. ആത്മാക്കള് ബന്ധനത്തിലും ദൈവത്തിന്റെ യഹോവയുടെ പ്രസാദ വർഷം അറിയിക്കുവാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന്റെ സവത്സരം പ്രഖ്യാപിക്കുക, അല്ലെ? 11 ഞാൻ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരം ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും, ജീവിതത്തിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേൽവിടെയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അതെ, 61 സുവിശേഷത്തിലെ 11 അല്ലേ? 4:11. യാ, പ്രൈസ് ലോർഡ്, സ്തോത്രം. അപ്പൊ കർത്താവിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്നത് അതാ. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ വിമോചിക്കുക. ഇതോർത്ത് നോക്കിയ, സ്തുതി എന്ന മേലാട കൊടുക്കണമെന്ന്. ഈ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ഇന്നലെ വരെയും ചീത്ത പറഞ്ഞ് ബഹളം വെച്ച് ആ നാട്ടുകാർക്ക് ഭാരമായിരുന്ന ആ മനുഷ്യൻ, ആ പരിസരത്തു കൂടെ പോലും ഒരു മനുഷ്യനെ പോലും കടന്നു പോകുവാൻ അനുവദിക്കാതിരുന്ന ആ ഭൂതഗ്രസ്തൻ
ഇന്ന് അവൻ ക്രിസ്തുവേശുവിനാൽ സ്തുതി എന്ന മേലാട അണിഞ്ഞിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമല്ലയോ? ഇതായിരുന്നു ക്രിസ്തുവിന്റെ രീതി. ക്രിസ്തുവേശുവിന്റെ സുവിശേഷം ഇതാ. ക്രിസ്തുവേശു ആത്മാക്കളെ നേടിയത് ഇങ്ങനെയാ, ദേശങ്ങളെ കീഴടക്കിയത് ഇങ്ങനെയാ, ദൈവജനത്തിന് സമാധാനത്തെ നൽകിയത് ഇങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ടാണ് പിതാവായ ദൈവം സകല നാമത്തിനും മേലായ നാമമാക്കി അവനെ ഉയർത്തി. സകല നാമത്തിനും. ഇനി അല്ലെ, നമുക്കറിയാലോ, ചിന്തിച്ചു നോക്കിക്കേ. ശത്രുവിന്റെ പോരാട്ടമെന്ന് നാം അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മോശയുടെ ശവശരീരത്തിന് വേണ്ടി എന്ത് ചെയ്തു? വാദിച്ചവൻ. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഉണ്ട്. എന്നാൽ നമ്മൾ ഭയക്കണ്ട. എന്തെന്ന് വെച്ചാൽ ക്രിസ്തുവേശു മുഖാന്തരം ജയം തരുന്ന കർത്താവായ യേശുവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് സകലത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആമേൻ. അങ്ങനെ അങ്ങ് ജീവിച്ച് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലും നമ്മൾ ഇത് തന്നെയല്ലേ കാണുന്നത്. എങ്ങനെ? അത് അവിടെയാണ് ഒന്നും കൂടെ ഇതെല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഈ അധ്യായം തീരും. ഞാൻ ഇന്ന് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്? ഏറ്റു പറയേണ്ടി വരും. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മുടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മറ്റൊരു നാമമില്ല. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് എന്ന് പറയുന്നത്, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് കടന്നു വന്നവനായ സർവശക്തനായ യേശുനാഥൻ. ഞാൻ മനസ്സിലാക്കുന്നു സഭയൊക്കെ നമ്മള് ഇതിലേക്ക് മടങ്ങി വരണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവസഭകളായിക്കോട്ടെ, ദൈവജനമായിക്കോട്ടെ, ഹല്ലേലൂയ, ആ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് സഭകള് മടങ്ങി വരണം. ക്രിസ്തുയേശുവിൽ നാം പ്രാപിച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തിലേക്ക്, ആ അടിസ്ഥാനത്തിലേക്ക് ദൈവജനം കടന്നു വരണം. അപ്പോൾ ഇന്ന് നമ്മൾ പകൽക്കാലം അനേക കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ അല്ലെ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥം. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥം. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം? ഏറിയാൽ 70 അല്ലെ 80. കർത്താവായ യേശുനാഥനാണ് ആൽഫയും ഒമേഗയും. ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ അവസാനിക്കുക. ക്രിസ്തുവിൽ അവസാനിക്കുക എന്ന് പറയുമ്പോൾ നിത്യമായി തുടരുക. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവേശുവിൽ നിത്യമായി തുടരുവാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൊ നമ്മൾ സകല വാഴ്ചയ്ക്കും അധികാരത്തിനും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അനേക കാര്യങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുന്ന ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടു. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ലാസറിന്റെ ജീവിതത്തില് വിഷയങ്ങളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ നമുക്കൊരു ഏകാഗ്രത ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവനാമം ഈ വിഷയത്തിന്മേൽ വെളിപ്പെടുമാറാകണം. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ വിളിച്ചു പറയുന്നത്, ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ യഹോവയായ ദൈവത്തിൽ. ഹല്ലേലൂയ. അല്ലെ, ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അല്ലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇതിനെല്ലാം നമുക്ക് സർവശക്തനായ ദൈവം നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് നൽകിയിട്ടുണ്ട്.
ദൈവശക്തി നമ്മുടെ മേലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേലുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടും ജാഗ്രതയോടും കൂടി ആയിരിക്കാം. സമാധാനത്തിന്റെ ദൈവം ശത്രുവായ പിശാചിനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്നുള്ള ഒരു ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്കായിരിക്കാം. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും എതിർത്തു നിൽക്കുവാൻ തക്കതായ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഒന്നിലും കുലുങ്ങിപ്പോകാതെ നിങ്ങളുടെ പ്രയത്നങ്ങൾ വൃഥാവല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഓരോ ദിവസവും നമുക്ക് ബലപ്പെട്ടു വരുവാം. സർവശക്തനായ ദൈവം ഈ വചനത്താൽ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ ധാരാളമായി പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ധാരാളമായ കൃപ ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ പകരുമാറാകട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.